എത്ര വലിയ നിക്ഷേപം ഈ മൺപാത്രത്തിൽ പകർന്നിടാമെങ്കിലും പകർന്നുവല്ലോ. എത്ര വലിയ നിക്ഷേപം ഈ മൺപാത്രത്തിൽ പകർന്നിടാമെങ്കിലും പകർന്നുവല്ലോ. ദൈവമേ ഇതിൻ മഹാത്മ്യമറിവാൻ, ദൈവമേ ഇതിൻ മഹാത്മ്യമറിവാൻ മറന്നിടല്ലേ ഞാനൊരു നാളും. എത്ര വലിയ നിക്ഷേപം ഈ മൺപാത്രത്തിൽ പകർന്നിടാമെങ്കിലും പകർന്നുവല്ലോ. യോഗ്യനല്ല ഞാൻ, യോഗ്യനല്ല അതിശ്രേഷ്ഠമാമീ പദവിക്ക്. എല്ലാരും ത്യജിച്ച ഈ മൺപാത്രത്തെ നീ തെരഞ്ഞെടുത്തല്ലോ, ശുദ്ധീകരിച്ചല്ലോ, തെരഞ്ഞെടുത്തല്ലോ, ശുദ്ധീകരിച്ചല്ലോ. എത്ര വലിയ നിക്ഷേപം ഈ മൺപാത്രത്തിൽ പകർന്നിടാമെങ്കിലും പകർന്നുവല്ലോ. ഇന്നത്തെ ലോകത്തിൽ നാം പണത്തിന്റെയും പ്രതാപത്തിന്റെയും പിന്നാലെ ഓടി ആത്മീക സത്യങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ തലമുറകൾക്കായി ഈ ലോക നിക്ഷേപം സ്വരൂപിക്കുന്നതിൽ വ്യഗ്രത കാട്ടുമ്പോൾ ബൈബിൾ പറയുന്നു, മത്തായി 6:19, 20, 21 വാക്കുകളിൽ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചേക്കൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നമ്മുടെ രാജ്യത്ത് പെട്ടെന്നുണ്ടായ ഒരു വലിയ സംഭവം ഞങ്ങളുടെ ചെറിയ കാഴ്ചപ്പാടിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നിക്ഷേപം എവിടെ? കഥ, സംവിധാനം KC രാജൻ. അല്ല വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ വെള്ളം എടുത്തിട്ട് ഒരു സാധനം വെച്ചാ വെച്ചെടുത്തു. ചായ മേടിച്ചു കുടിക്കാൻ 10 രൂപ നീ തരുമോ? 10 രൂപയല്ലേ ഉള്ളൂ. 10 രൂപ ഇല്ലയോ? പണ്ട് 2 രൂപ എടുത്ത് ഒരു ചായ കിട്ടുമായിരുന്നു, മറ്റേ കടിയും കിട്ടുമായിരുന്നു. ഇപ്പൊ 10 രൂപ. എന്തോ ഇട്ടായിരുന്നു നീ? അല്ല, ഇത് കണ്ടില്ല, ഇത് കൊള്ളാല്ല. ഞാൻ അങ്ങോട്ട് നീ തലമുടി മൊത്തം വെളുത്തിന് മേലെ ചട്ടയും കൊണ്ടിട്ടാണ് നീ.
എന്തോ സാധനങ്ങൾ വന്നിട്ടുണ്ടോ പപ്പേ, ഞാൻ ആ പറഞ്ഞ ബൈക്കിന്റെ കാര്യം എന്ത് ബൈക്ക്? ആ ബൈക്ക് ഒരു ചെറിയ ബൈക്ക്. ഈ മാസം മൊത്തം കഷ്ടപ്പെടാൻ ബൈക്കാ? ബൈക്കല്ല പപ്പ, ബൈക്ക്. എടാ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സൈക്കിൾ പോലും കണ്ടിട്ടില്ല. പിന്നല്ലേ നിന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്ക് ബൈക്ക്? അതിന് പപ്പ സ്കൂളിൽ പോയിട്ടുണ്ടോ? നിന്റെ സ്കൂളിൽ പോകാതെ പപ്പ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം, അറിയോ? ഇപ്പൊ എല്ലാവരും ബൈക്കിലും കാറിലൊക്കെയാണ് നടക്കുന്നത്. ഞാനൊരു ചെറിയ ബൈക്കല്ലേ പറഞ്ഞോളൂ. അന്ന് പെട്രോൾ ഒട്ടും വിലയില്ല, ഇപ്പോഴാണ് വില കൂടുതൽ വിലയാണ്. ചെയ്യാൻ പറ്റും. ഓ അതൊന്നുമില്ല, ഒരു ഒള്ളി 1 lakh, 1.5 lakh. എന്തോ 1.5 ലക്ഷം അത്രേ ഉള്ളൂ. 1.5 ലക്ഷമോ? ഞാൻ 1.5 ലക്ഷം കൊടുത്ത് അപ്പത്തെ കുഞ്ഞാമ്പി പറ്റിന് 10 സെന്റ് ആണ് നമ്മുടെ കണ്ണത്തിനോട് എഴുന്നേൽക്കുന്നവരോ അത് നീ മേടിക്കാൻ ഇനി എന്തിനാ? ഇത് മതിയല്ലോ. രാവിലെ അവരെ പണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം അവരെ കണക്കാവില്ല. पूरा कलास कर दिया आज का काम पूरा कलास कर दिया हल्का भी किया ഞാനിപ്പം പാടുന്ന വരുന്നത് അവിടെ നിന്നോട് പറഞ്ഞ മലയാളം മാലും കൊണ്ടുതന്ന ജോണി അടിക്കണം മലയാളം മാലുമേ ഇന്നലെ നീ 800 കൊടുത്തില്ലടാ താമസ കടയിൽ അതിനകത്ത് കായയുടെ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ, കായ അടിച്ച പറ്റി. ഇവൻ ഇന്ന് ഞാനിപ്പോ കടയിൽ പോയപ്പോ അവരുടെ പെണ്ണുമ്പോൾ പറയുക ഇവൻ 800 കുട്ടി കണക്കിന് നോക്കട്ടെ. കഴിഞ്ഞ മാസം നീ നിന്നതിന്റെ കണക്ക് ഇങ്ങോട്ട് തരാണ് പൈസ ചോദിച്ചോ അങ്ങോട്ട് പിന്നെ അപ്പുറത്തെ പെണ്ണുകൂടെ ശരി അപ്പൊ ഞാൻ അവന്റെ കണക്കൊന്ന് നോക്കട്ടെ. പപ്പ ആ ബൈക്ക് ചേട്ടായി അവിടെ ഉണ്ടായിരുന്നോ? ചേട്ടായി ഒക്കെ കണ്ടിട്ട് എത്ര നാളായി. എന്താ പറയാനാണ്, ആകെ അങ്ങ് ഓട്ടമാണ്. ഞാൻ എത്ര നാളുകൊണ്ട് ഇവിടെ വരുന്നെന്നറിയാമോ? ചേട്ടായി ഒരിക്കലും കാണാറില്ല. ഞാൻ പറഞ്ഞില്ല പാടത്തും മലമത്തുള്ള ഓട്ടവും വേളമാണ് ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മുടെ കൃഷി ആകപ്പാടെ മോശം. അമ്മച്ചിക്കാണെങ്കിൽ ഒരു ഇതുമില്ല. ഇന്ന് മിനിങ്ങാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. എന്തോ ചെയ്യാനാ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങ് കിടത്തുമല്ലയോ? ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും നിന്നോട് പറയാനിരിക്കില്ല. ഞാൻ ആ 2 ദിവസം മുമ്പ് വീട്ടിലോട്ട് വരാൻ വേണ്ടി അറിയാം. അന്നേരം അപ്പുറത്തെ അങ്ങനെ വെച്ചത് വീഡിയോ അമ്മച്ചിയെ കാണുന്നത് ഉണ്ടാവുകയും അമ്മച്ചി ആണെങ്കിൽ സർവ്വ സമയവും ചേട്ടായിയുടെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടായി ആണെങ്കിൽ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കും, അതുമില്ല. ചിന്നമ്മയൊക്കെ ഒരുങ്ങിക്കൊണ്ട് വേണ്ട അങ്ങോട്ട് വരാം. ഇവിടെ ഒരുങ്ങിക്കൊണ്ട് വേണ്ട നമ്മൾ അങ്ങ് വരാം. ഞാനെന്നാലും ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു ചേട്ടായിയുടെ. ചിന്നമ്മേ ചിന്നമ്മേ പാപ്പി ഒന്ന് കണ്ടില്ല. ഇപ്പൊ രസം അധികം വേണ്ട. പാപ്പി മാമേ വിശേഷം ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വിശേഷം മോനില്ലേ? വേണ്ട, ചായ ഒന്നും വേണ്ട. അവര് ഇച്ചിരി പച്ചവെള്ളം പോലെടാ. മതി മതി. മതി പോ. അതൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ചേട്ടായി ഒന്ന് കാണണമെന്നില്ല ഇങ്ങോട്ട് വന്നേ. മോടെ പഠിത്തം നടക്കുന്നു. ആ ബാംഗ്ലൂരാന്നേ. ഈ അമ്മച്ചയുടെ ചികിത്സ ഒരു വശത്ത്, മോടെ പഠിത്തം ഒരു വശത്ത്. ഈ പ്രാവശ്യമാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൃഷി മോശമായിരുന്നു. ഇച്ചിരി പൈസ കടമായിട്ട് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ചേട്ടായിയോട് സഹായം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എല്ലായിടത്തും ഇതാണ്. ഇപ്പൊ എല്ലാവരുടെ കൃഷി മോശം. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇച്ചിരി മുമ്പ് എന്റെ മോശമാണ്. എന്താ ചെയ്യാൻ? കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ചേട്ടായി. എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരെങ്കിലും. ഞങ്ങൾ ഒത്തിരി ടൈറ്റിലായപ്പോ ഇപ്പൊ ഞങ്ങൾ കുടിക്കുന്നത് കഞ്ഞിയും ഉണക്കമീനോട് കടം മേടിച്ചോ ഞങ്ങൾ ഈ കഞ്ഞി ഉണക്കമീൻ മേടിക്കുന്നത്. 500 1000 നോട്ട് കാലം പറഞ്ഞത്. പിന്നെ അവർക്ക് 5 രൂപ 500 പോകും. വേറെ എങ്ങനെയെങ്കിലും കുറച്ച് നീ ഒരു കാര്യം ചെന്ന അപ്പുറത്തെ കുഞ്ഞാപ്പീട് ആ പച്ചക്കറി കുഞ്ഞാപ്പീട് ചെയ്യും. അവരോട് ചോദിച്ചോളൂ. ഇച്ചിരി കടുത്തറപ്പാന്നേ ഉള്ളൂ, കുഴപ്പമില്ല, കിട്ടുമല്ലോ അല്ലേ? പിന്നെ അവൻ രാവിലെ എന്റെ മേടിച്ചോണ്ട് പോയതല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആദ്യം ചെല്ല് തിരക്കെന്ന് പറഞ്ഞേക്കണേ. ഒന്ന് വരണ ചേട്ടായി.
അടുത്ത ദിവസം ഇറങ്ങാടോ ഓക്കെ നീ ചെല്ലു. നീ നാട്ടുകാരൊന്നും വരുമ്പോ ചായ ചായ ഉണ്ടാക്കാൻ ഇവിടെ പാലിന്ന് വീട്ടിൽ വെച്ചപ്പോ നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിഥി ഒരു ചായ കൊടുത്ത എന്നാ കുഴപ്പം? അവര് വിളിച്ച അതിഥിയാണ് ഇവിടുത്തെ അനിയനിൽ വിളി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വസ്തു പങ്കുവെച്ചപ്പോ ആ പാപ്പിയുടെ പാവത്തിന്റെ വസ്തു എല്ലാം നിങ്ങൾ വെട്ടിച്ചും പൊട്ടിച്ചും മേടിച്ചില്ലേ? എന്നിട്ട് അമ്മാമ്മയെ കൂടെ ഇറക്കി വിട്ടു. എങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടോ നിങ്ങള്? അമ്മച്ചിയെ നോക്കിയിട്ട് സമ്മതിച്ചോ? ഒരു ദിവസം നിങ്ങൾക്ക് പോയി നോക്കായിരുന്നു. ഈ പാവൊക്കെ ഇവിടെ കൊണ്ടുവച്ച തീർക്കാൻ പോകുന്നേ. ഈ പാവത്തിന് നീ പറയരുത്. കേറി പോ. ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് അച്ഛൻ വാസ്തു പോലെ പറയാനുള്ളൂ, നിനക്ക് പോലെ പറയാനുള്ളൂ. നീ കേറി പോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പപ്പ കുഞ്ഞാപ്പിക്ക് കാശ് കൊടുത്തു. വലിയപ്പോ വന്നപ്പോ എന്തെങ്കിലും കാശ് കൊടുത്താഞ്ഞത്? കുഞ്ഞാപ്പിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലിശ തിരിച്ചു കിട്ടുമോ? അത് കിട്ടും. കുഞ്ഞാപ്പി പലിശക്കാരനാണ്. അത് ശരിയാണ്. അപ്പൊ അത് കിട്ടും. അതൊക്കെ പാപ്പിക്ക് കൊടുത്താൽ വല്ല കിട്ടുമോ? കിട്ടത്തില്ല. അത് ശരിയാ. വെറുതെ അല്ല പപ്പ പിശിക്കാന്ന് വിളിക്കുന്നത്. ആരോടാ പറയണേ? പിശിക്കൻ പപ്പയോട് ഒരു കാര്യമില്ല. മൊത്തം പോയി കിടക്കുവാ. പോയി ഇറക്കല്ലേ നീ കയറി വന്നേ, അങ്ങോട്ട്. പപ്പ ആ പൈസ കിട്ടാനുള്ളത് മാത്രം. എന്തുകൊണ്ട് മത്തായിച്ച നിങ്ങള് സഭക്കാര് ഇവ പുതിയതാണല്ലോ. എനിക്ക് ഞങ്ങള് വന്നത് പുതിയ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ജനറൽ കൺവെൻഷൻ വരുവാ. അച്ഛാ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. അത് നമ്മുടെ പുതിയ പയ്യനാണ്. പിന്നെ നമ്മൾ വന്നത് നമ്മുടെ കൺവെൻഷൻ വരും. അതിനൊരു സംഭാവന അച്ഛാ ചെയ്യണം. ഒന്ന് മോനെ ഇപ്രാവശ്യം ഞാൻ 1 രൂപ പോലും തരും. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറഞ്ഞു പറ്റിച്ച. കഴിഞ്ഞ പ്രാവശ്യം എന്നെ പൈസ മേടിച്ചോണ്ട് പോയി. അങ്ങനെ എന്നോട് പറഞ്ഞു അച്ഛൻ ഞാൻ ഫ്രണ്ട് സ്റ്റേജ് നമ്മുടെ സൂപ്പറായിട്ട് ഇപ്പുറത്ത് സീറ്റ് തരാം. ഫ്ലെക്സിൽ എന്റെ പേര് വരും. സംഭാവന ചെയ്യണം. സ്റ്റേജിൽ ഒരു സീറ്റുണ്ട്. അച്ഛൻ്റെ പേര് ബാലവി വെള്ളാട് കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല. എന്നാലും ഇവൻ പറ്റിക്കോളി. അച്ഛാ നമ്മുടെ കൺവെൻഷനാണ്, അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം. എല്ലാ 10,000 എഴുതിക്കൊണ്ട് പോടാൻ പറ്റേ. അയ്യോ അച്ഛാ അത് ഒരിക്കലും ആവല്ലേ. കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ കുഞ്ഞാപ്പി പലിശക്കാരൻ 50,000 രൂപ നമുക്ക് തന്നിരിക്കുന്നത്. അവൻ എന്റെ രാവിലെ 50,000 മേടിച്ചോ അങ്ങോട്ട് പോയാ. അച്ഛൻ്റെ നാട്ടിൽ നിലയും വിലയൊക്കെ ഉള്ളതാ. അച്ഛൻ അതനുസരിച്ച് ചെയ്യണം. അത് പിന്നെ അച്ഛൻ കംപ്ലൈന്റ് പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മള് മൈക്കിലൂടെ ഒന്ന് വിളിച്ചു പറയും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ സംഭാവന. പിന്നെ ഈ ഫേസ്ബുക്ക് ലൈവ് എന്നൊരു സാധനമുണ്ട്. അത് നമ്മളിങ്ങനെ പിള്ളേരെ സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ പയ്യന്മാരെല്ലാം അച്ഛൻ എന്ത് ചെയ്യുന്നു അപ്പം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതെങ്ങനെയുണ്ട് പിള്ളേർ കാണാൻ അതുകൊണ്ട് എഴുതാനൊക്കെ അറിയുന്ന ചാനലൊക്കെ വരുമോ? പിന്നെ ലൈവായിട്ടുണ്ട്. എല്ലാത്തിലും ലൈവായിട്ടുണ്ടെന്ന്. അല്ല ഈ നന്ദി പ്രകാശനം പറഞ്ഞ കൺവെൻഷൻ അവതാരം കൊണ്ട് പറഞ്ഞു ആരും ഇരിക്കൂടാ എല്ലാവരും എഴുതി നമ്മുടെ പേര് ആര് കേൾക്കാനാണ്? നമുക്ക് ധൃതിയുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ഇന്ത്യ അമ്മമ്മയൊന്നും കണ്ടില്ലല്ലോ. എന്താ കള്ളത്തരം പറഞ്ഞു? നിങ്ങൾക്ക് 50,000 രൂപ തന്നത്? എന്റെ സഹോദര അങ്ങനെ പറഞ്ഞ ഒന്നും തരത്തില്ല. പിശിക്കുന്ന ഓക്കെ 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 നോക്കാം. പിന്നെ ബില്ലൊക്കെ ശരിക്കും എഴുതണേ. അല്ല റെസിപ്റ്റ് അല്ല പുള്ളിക്ക് പഠിത്തമെല്ലാം തന്നെ ഒക്കെ പറഞ്ഞോളെ. ഇപ്പൊ എണ്ണണ്ട, വീട്ടിൽ കൊണ്ട് എണ്ണിയാ അപ്പൊ റെസിപ്റ്റ് ഒന്നും വേണ്ട അച്ഛാ. ശോശാമ്മയുടെ മോനാന്നേ. നമ്മളെക്കാളും പേരുണ്ട് അമ്മ. അമ്മാമ ഇപ്പൊ നോക്കിയോ റെസിപ്റ്റ് എഴുതി കറക്റ്റ് നോക്കി ശരിയാണോ ഇല്ലെന്ന് നോക്കാം. അച്ഛാ അച്ഛാ ഇതാണ് അച്ഛാ പൈസ. इधर है थोड़ा पैसा चाहिए। എന്ത് പൈസടാ? मेरे को घर बेचने के लिए थोड़ा पैसा चाहिए। मेरे को बीवी है, बच्चा बच्ची माता जी थोड़ा पैसा चाहिए। അയച്ച പൈസ थोड़ा थोड़े थोड़े मेरे को मालूम है आप इस लगे का आदमी है, फिर हम लोग ऐसा करते हैं। വിശിക്കണ आदमी है എന്നോട് माता जी थोड़ा बोलो माता जी। എന്തുവാ? ഇന്നലെ ജോലി ചെയ്ത കാശ് കാശ് നാണക്കട മനുഷ്യ നിങ്ങളുടെ മുമ്പിൽ നാട്ടിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ കൊടുക്കുവല്ല മുമ്പിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നീ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യും. ऐसे ही बोल എന്താ പൈസ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ആ പണി എടുത്ത് വീട്ടിൽ പോകത്തില്ലയോ? ഇനി വീട്ടിലെ പണികൾ നമ്മൾ എടുക്കും. അച്ഛാ ഞങ്ങൾക്ക് പോയിട്ട് ധൃതിയുണ്ട്. പിന്നെ എന്തോ നമ്മളെ അതൊന്നും പിരിക്കല്ലേ. അല്ലെ കൊടുക്കാനുള്ള കൊടുത്ത് തീർത്ത്
ഒന്നിച്ച് വെക്കാൻ പറ്റത്തില്ല മകളെ. ഒരു സൈഡിലായിട്ട് വെച്ചാൽ മതി. അച്ഛാന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം തീർന്നു. അല്ല അമ്മ കാര്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സംഭവം അമ്മമ്മയുടെ സുവിനീറിനകത്ത് വെക്കാം. ഒരു പരിപാടി അച്ഛാ കുറച്ച് കൊടുക്കച്ചാ. എന്റെ ഫോട്ടോ സുവിനീറിനകത്ത് വരുന്ന ഇത് മതി. ഇത് കൊണ്ടുള്ളത് അമ്മമ്മ ഞാനോട് തീരുമാനിക്കാം. ഞങ്ങൾക്ക് ഇവരുള്ളതുകൊണ്ടൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്രാവശ്യം. ഏതിൽ സീറ്റില്ലെങ്കിലാ അച്ഛാ നോക്കി കൊണ്ട് കൊടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോട്ടോ വെച്ചില്ല, പേരൂടെ വെച്ചില്ല, അച്ഛാന്റെ പേര് കൂടെ പറഞ്ഞില്ല. കുഴപ്പമില്ല. നോക്കാം ഇപ്രാവശ്യം അവരുടെ എല്ലാം കൽപ്പിക്കാതെ എന്നതാ ഞാനിപ്പോ പറയട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമോ? അച്ഛയോ ഇവിടെ ആരും ഇല്ലയോ? ഹലോ അച്ഛയോ ഇവിടെ ഉണ്ടല്ലോ. ആ. ഇതാരിത്? ഇത് പൊങ്ങൻ പരിപാടിയാണല്ലോ. നമ്മുടെ ജോർജ് മാസ്റ്റർ അല്ലയോ? ആദ്യം കൊണ്ടുവന്ന് നോക്കുന്നത് ജോർജ് മാസ്റ്റർ തന്നെയല്ലയോ? ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് കൊള്ളാം. അമ്പത്തൊക്കെ പാട്ടോ എന്നെ ഇഷ്ടപ്പെട്ടു. സംസാരിക്കാനുണ്ടല്ലോ. അമ്മേന്റെ ഒന്നാമേ കാത്തുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുരിശൊക്കെ ആണല്ലോ. മൊത്തം കുരിശാണോ പരിപാടി? എന്താ പരിപാടി? ഞാൻ മലേഷ്യ പോയ ചേർന്നില്ല. ആ കഴിഞ്ഞു. മലേഷ്യ പോയെന്നാലും അച്ഛാ, പറഞ്ഞു. ഇത് എവിടെയോ കണ്ടു പറഞ്ഞ മുഖമാണല്ലോ. എന്തോ അമ്മ ഇത് എത്ര വർഷം നിൽക്കുന്ന അമ്മ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പുരുഷൻ, ആ ജോർജ് കുട്ടി പാസ്റ്റർ ഇത്. അല്ല, ഇതെന്താണ് ഈ വേഷത്തില്? എന്ത് അമ്മ മാത്രം മോഡേൺ ആയാൽ മതിയോ? ഒത്തിരി മാറിയിട്ടുണ്ടോ നിങ്ങള്? അമ്മമ്മ എന്ത് ഇന്നലെ ചട്ടമുണ്ട് ഇന്നിപ്പോ എന്തോ അമ്മമാർക്ക് ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് മോഡേൺ ആണ്. ഇത് കൊള്ളാമോ? കൊള്ളാമോ? നല്ല ഇത് എന്താ ഈ വഴിക്കൊക്കെ? ഈ വഴിക്കോ അച്ഛനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. അയ്യോ, ഇതാരാ? സ്വർണ്ണ 24 ക്യാരറ്റാ. അയ്യോ ഇത് നമ്മുടെ മറ്റേ നീ അങ്ങ് വളർന്നു പോയി കിടപ്പോ. ഈ മറ്റേ പാസ്റ്റർ നമ്മുടെ പാസ്റ്റർ മാറിപ്പോയില്ല പാസ്റ്റർ. ശ്ശോ. പാസ്റ്റർ ഒരു മിനിറ്റ് ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ. അതോ അത് ഞാൻ പറ്റി പറഞ്ഞുതരാം. പെട്ടി പെട്ടി പൈസ നിങ്ങളുടെ കയറി നിൽക്ക്, പൈസ ഉണ്ടല്ലേ, കയറി നിന്നോ. കുരിശായി കുരിശായി. ആ ഒരു സെൽഫിയാ. ആ കിട്ടി കിട്ടി കിട്ടി. ജോ ഞാൻ എടുത്ത് ഞാൻ ഇതിപ്പം വാട്സപ്പിലൊക്കെ ഇങ്ങോട്ട് അല്ല പ്രശ്നമാണ്. അത് കുഴപ്പമില്ല. ഞാനിപ്പോ എല്ലാം ശരിയാക്കി തരാം. എല്ലാം ശരിയാക്കി തരാം. അതൊന്നും അല്ല നമ്മുടെ സഭയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ലാണെന്നുള്ള അറിയാമോ? അല്ല പാസ്റ്റർ അച്ഛാ, എനിക്ക് നമ്മൾ മലേഷ്യ പോയപ്പോ അവിടുത്തെ വലിയ ബിഷപ്പ് പറഞ്ഞ് ഇതൊക്കെ ഈടാക്കി ഒരു ബിഷപ്പ് ആക്കി ഇന്റർനാഷണൽ രജിസ്ട്രേഷൻ തരാം. കേരളത്തിൽ രജിസ്ട്രേഷൻ കിട്ടും. അറിയോ? തന്നല്ല ഇതിന്റെ വിലയാണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. അറിയോ? അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രിയ പാസ്റ്റർ അച്ഛാ, പാസ്റ്റർ അച്ഛനെ, പാസ്റ്റർ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പാസ്റ്റർ ഇപ്പൊ അച്ഛനല്ലേ? രണ്ടും വിളിച്ച കുഴപ്പമില്ല. എനിക്ക് പ്രിയ പാസ്റ്റർ അച്ഛാ. ബിഷപ്പ് തന്നെ വിളിച്ചു. എല്ലാരും ബിഷപ്പ് തന്നെ വിളിക്കുന്നു. അതൊരു രസമില്ല. പാസ്റ്റർ അച്ഛൻ നല്ല വേണം. അതെ, ഈ പാസ്റ്റർ അച്ഛൻ എന്നെങ്കിലും ഈ മനസാക്ഷി കുത്തു വരുമ്പോ ഈ ലോകം അഴിച്ചു വെക്കത്തില്ലേ, അപ്പൊ നാട്ടുകാരെ വിളിക്കും. നല്ല രസമായിരിക്കും. ഇത് നമ്മൾ ഈ സ്കൗട്ടിലൊക്കെ ഉള്ള ഒരു യൂണിഫോം ഇടുന്ന പോലെ അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോം ഇടുന്ന അറിയാം. ഇപ്പൊ നമ്മുടെ പാസ്റ്റർമാർക്ക് ഒരു യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നമ്മുടെ അച്ഛൻ ഈ യൂണിഫോം ഇതിട്ടോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ചേർന്ന് വരും. എവിടെ ചെന്നാലും നമുക്ക് റെസ്പെക്ട് കിട്ടും. അറിയാം. ഇതിപ്പോ നമ്മുടെ സ്റ്റേറ്റിൽ ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ എല്ലാ പാസ്റ്റർമാർക്കും ഇതുപോലെ യൂണിഫോം കൊടുക്കാൻ പോവാം. ആ ഇപ്പൊ പാസ്റ്റർമാർ നമ്മുടെ ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവാം. അപ്പൊ അച്ഛനെ ഞാൻ അത്യാവശ്യമായിട്ട് കാണാൻ വന്നത് ഓളർ ചെയ്യാൻ കൊണ്ടു. വിത്തോട്ട് മതി കേട്ടോ. ഞാൻ ഷുഗർ പിന്നെ ഞാൻ വന്നത് എനിക്ക് 500ന്റെ 1000ന്റെ തന്നെ നോട്ട് വേണം. എന്താണെന്നറിയോ? അത് ഈ പാസ്റ്റർമാർക്ക് 500 1000 വലിയ പാസ്റ്റർമാർക്ക് 1000 ചെറിയ പാസ്റ്റർമാർക്ക് 500 വെച്ച് കൊടുത്താലേ അടുത്ത വോട്ട് ചെയ്യത്തുള്ളൂ. എനിക്ക് എന്നാലും എനിക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുമോ? എന്നാലും പ്രധാനത്തിന് എനിക്ക് കടയെത്തിക്കാൻ പറ്റത്തുള്ളൂ. അതന്നെ എല്ലാവർക്കും യൂണിഫോം കൊടുക്കണ്ടായിരുന്നു. അതെല്ലാം ചെയ്യണ്ട. അച്ഛനെ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്താണ് ഇരുത്താം. അതെനിക്കറിയാം. ഒരു വിശ്വാസം കൊണ്ട് ഒരു കാര്യം ഇല്ലതാ
ജോലി പാസ് അച്ഛ ഇപ്പം ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുക. എന്റെ ഒന്നും ഇല്ല ഉണ്ട്. ഞാൻ പറയുന്നത് പാസ്റ്റർക്ക് അറിയാമല്ലോ, ഞാൻ കള്ളം പറയുന്നില്ല. പാസ്റ്റോട് നമ്മളങ്ങനെ വരുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ കുഞ്ഞാപ്പി വന്നു. അവനെ ഒരു 50,000 രൂപ കയ്യിലിടുന്ന അപ്പൊ അവന്റെ അടുത്ത് ചെല്ലാമെങ്കിൽ പക്ഷെ അവൻ ഗ്രൂപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. പിന്നെ അവൻ അവിടെ പൈസ കൊടുക്കണം, എല്ലാം പ്രശ്നമാവും. ഞാൻ ഡോളർ കൊണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരോട് കാര്യങ്ങളൊന്നും പറയണ്ട, നേരിട്ട് പൈസ കൊടുത്തിട്ട് പൈസ അച്ഛൻ പറഞ്ഞു അങ്ങോട്ടില്ല. അച്ഛൻ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ ഫോൺ. ഞാൻ അടുത്ത മാസം ശരി അമ്മമ്മയുടെ ആങ്ങളെ അവിടെ അല്ലയോ? ഞാൻ അവര് കുറച്ചുകൂടെ ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ കമ്മീഷൻ എടുത്തിട്ട് പിന്നെ ഞാൻ ചായ പിന്നെ കേട്ടോ. എനിക്ക് സമയം ഞാൻ ഇറങ്ങും. സുഖിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നില്ലേ? എല്ലാ കുരിശായിരുന്നു. അല്ല പപ്പ എന്തിനാ കള്ളം പറഞ്ഞത്? അല്ല പപ്പ ഞാൻ പറഞ്ഞോട്ട് ആ മറ്റേ മുറിയിലും ആ മെത്തക്കകത്തൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ 100,000 നോട്ടെ, അത് ഞാൻ കണ്ടായിരുന്നു. അത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ. പിന്നെ എന്താ ഇല്ലാന്ന് പറഞ്ഞ എന്താ? പുള്ളിയോട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളി ശരിയല്ല. പൈസയുടെ കാര്യത്തിൽ നമ്മളെ നടത്തി വിട്ടുന്ന ടീമാ. അങ്ങനെ പുതിയ ഐറ്റമായിട്ട് ഇറങ്ങിയത് എന്തിനാന്ന് നമുക്കറിയാം. നമുക്കൂടെ ഗുണമുള്ളതുകൊണ്ടാ പൊക്കോട്ടെ. പപ്പ ഒന്നുമില്ല. നീ പോവും. അല്ല മറ്റേ ഓർക്കണേ, മറക്കല്ലേ. ജോണി ഫോണിൽ എടുത്തു അവിടെ ആകത്താ മേശപ്പുറത്താണ് എളുപ്പെടുത്തു വിളിക്കാം. ജോണി കാര്യങ്ങളൊന്നും മറന്നുകൂടാ. പൊട്ടിപ്പോന്നേ അത് മറിയുന്നേ. അവൻ ആകാശത്ത് നോക്കി വിളിക്കുന്നു, നമ്മളും ആകാശത്ത് നോക്കി നമ്പർ എടുക്കും. ജോണി അവനെ കുറെ ദിവസമായിട്ട് എന്നെ പറ്റിച്ചോണ്ടാണ്. നമ്മുടെ മറ്റേ പാർട്ടിക്കാരൻ ജോണിയെ ലിജുവേ നമ്പർ കാണുന്നില്ലല്ലോ. നമ്പർ എടുത്തില്ലടാ. പപ്പ അതൊക്കെ കളാം. ഇതെല്ലാം കൊണ്ടുവരാൻ ജോണിയുടെ നമ്പർ അല്ലേ? ഹലോ ഹലോ അച്ചായോ? അതെ അതെ പറഞ്ഞു വെച്ചാ. നീ എവിടെ ഇപ്പൊ? അച്ഛാ ഞാനൊരു മീറ്റിംഗിൽ വെച്ചാ പാർട്ടിയുടെ സമ്മേളനത്തിൽ. കാര്യം എന്താ വെച്ചാ പറ. ആണോ? എന്ത് ഈ പാർട്ടി സമ്മേളനമൊക്കെ ഭയങ്കര ബിസിയാണല്ലോ. അച്ഛാ ആകെ ബിസി അച്ഛാ. നിന്ന് തിരിയാൻ സമയമില്ല. എന്താ ചെയ്യാന്? നീയേ പറഞ്ഞു വെച്ചാ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇച്ചിരി പൈസയുടെ കാര്യം സംസാരിക്കണ്ടായിരുന്നോ? അച്ഛായോ നിന്ന് തിരിയാൻ സമയമില്ല. കാശിന്റെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കാം. എത്ര ഉണ്ട് അച്ഛാ? കാശിന് എങ്ങനെയുണ്ട്? കാശിന് എങ്ങനെ പതുക്കെ പറയാം, നമുക്ക് നേരി സംസാരിക്കാം. കാശിന്റെ കുറച്ച് പൈസയുടെ കാര്യം ഉണ്ടെന്നേ. ഓക്കെ അച്ഛാ ഞാൻ ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ. അവനെ ഒരു മെമ്പർ സ്ഥാനം ശരിയാക്കി തരാന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പൈസ അടിച്ചോണ്ട് പോയത്. എന്നിട്ട് അവൻ കുറെ ഉടായി പോയത്. അവര് കുറവുകൂടെ ഉണ്ട്. അതിനകത്തൊന്ന് മുക്കണമല്ലോ. ഇഷ്ടം പോലെ തടയാന്നേ. അതിന്റെ കൊണ്ട് ഇതിന്റെ കൊണ്ട് അവനെ പാർട്ടി സമ്മേളനത്തിലാണ് തിരുവനന്തപുരത്ത് പോവാ. ഇപ്പൊ പറഞ്ഞത് നോക്കിക്കോ. ഹലോ അച്ചായോ ഇവിടെ ഉണ്ടോ? ഈ പത്രക്കാരന്റെ കാര്യം ഇവനെ എറിഞ്ഞിട്ട് ഇവന് അടുത്ത പ്രാവശ്യം പൈസ ഇല്ല കേട്ടോ. കഴിഞ്ഞ മാസം വെള്ളത്തിൽ ഇട്ട എന്റെ പത്രം ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അച്ഛാ ഇതിനെ എഴുത്തു പോകാനൊക്കെ അച്ഛൻ അറിയാമോ? അത് ശരി. ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വയ്യ. പിന്നെ എന്താ പത്രം അടിച്ചു ഭയങ്കര ചൂട്. അതെ വെള്ളത്തിലിട്ടിട്ട് അമ്മാരി പോകും. അമ്മ അടുത്ത പ്രാവശ്യം പൈസ കൊടുക്കും. പറഞ്ഞു വെച്ചാൽ പൈസ എഴുതി വെച്ചാൽ പത്രക്കാരൻ അടുത്ത പ്രാവശ്യം പൈസ ഇല്ല. പറഞ്ഞു വെച്ചാൽ എന്താ കാര്യം? നമുക്കേ പറഞ്ഞു പൈസയുടെ കാര്യം സംസാരിക്കാനുണ്ട്. അതിനല്ലേ ഞാൻ ഓടി വന്നേ. പറഞ്ഞു ചായ എടുത്തേ. ചായ വേണം. മധുരം കൂട്ടി കേട്ടോ.
നമുക്ക് അടുത്ത പ്രാവശ്യം മെമ്പർ സ്ഥാനം എനിക്ക് ശരിയാക്കി വെക്കണം. അച്ഛനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അച്ഛന് മെമ്പർ സ്ഥാനം തന്നിരിക്കും. അച്ഛൻ കാശ് ഇറക്കിയാൽ മാത്രം മതി. അത് നമുക്ക് ശരിയാക്കാം. അച്ഛന് പാർട്ടി സീറ്റ് ചെയ്തിട്ട് നമുക്ക് പാർട്ടി അങ്ങ് രണ്ടാക്കാം. എന്നിട്ട് അച്ഛനെ ഞങ്ങൾക്ക് പിന്നീട് ഞാനില്ലയോ, പിന്നെ എന്തിനു പേടിക്കുന്നു? നീ 2 or 4 എനിക്കതിനകത്ത് പ്രശ്നമില്ല. പൈസ നമ്മൾ തീർച്ചയായിട്ടും മെമ്പർ സ്ഥാനം വേണം. മുക്കുന്നത് നമ്മൾ രണ്ടുകൂടെ തീർച്ചയായിട്ടും തന്നിരിക്കും. പിന്നെ വേറെന്താ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അച്ഛൻ ബുദ്ധിമുട്ട് പറഞ്ഞ ഈ പാവങ്ങളൊക്കെ ഞങ്ങൾ എന്തോ പറയാ അച്ഛായോ? എടാ ഞാനേ മറ്റേ നമ്മുടെ അപ്പുറത്തെ വസ്തു വിറ്റാൻ ഒരു 1.5 കോടി രൂപ 1 കോടി രൂപയോ? അത് നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണമല്ലോ. 1.5 കോടി രൂപ ഇരിപ്പുണ്ട്. നിന്നോട് എനിക്ക് പറയാൻ പറ്റുന്നു. ചിന്തയോട് പോലും പറയാൻ പറ്റില്ല. അവൾ കൊണ്ടുവല്ലോ മറ്റേ അവിടെ ബ്യൂട്ടി പാർലർ അവിടെ കൊണ്ട് കൊടുത്തു. അതാ പ്രശ്നം. പിന്നെ ഇതുവരെ ചത്തില്ലയോ? പിന്നെ ഉണ്ടോ ഇവിടെ? നീ ഇല്ലടോ അവനെ കൊടുത്തു. അതെ അതെ. ഇവൻ ദിവസം വീർത്ത് വരുവാന്നല്ലോ. എന്തീ കഴിക്കുന്നേ? വന്നപ്പോ ഏതും പോലെ ഇരുന്നു. നമുക്ക് ഇത്ര താഴത്തെ കടയിൽ നിന്ന് കഴിക്കുന്നു, ഇവിടുന്ന് റേഷനറിയുടെ ചോറ് കഴിക്കുന്നു. പൈസ चाहिए പൈസ पैसा चाहिए കണക്ക് നോക്കി അവൻ ഇങ്ങോട്ട് തരണം എനിക്ക് പൈസ. पैसा चाहिए 2 മാസം കഴിച്ചു കഴിഞ്ഞു ഓൾറെഡി. നീ കൊണ്ടുവന്നപ്പോ എങ്ങനെ पैसा चाहिए ഞാനൊന്ന് ഒഴിവാക്കാൻ നോക്കട്ടെ. ഞാൻ നീ എഴുതിയേക്കും. ഞാൻ കാശ് തരാം. അറിയാം ഒന്ന് സംസാരിച്ചേ. ये वापस आया? पैसा चाहिए पैसा चाहिए? पैसे तो वाले मात्रा में अरे भैया हम लोग देता हूँ. बहुत मुश्किल है, मुश्किल है. क्या मुश्किल है डेली कितना काम करते हैं मैं मालूम है पूरा काम करते हैं लड़का पूरा काम करते हैं हमको ഞാൻ തരാതെ നീ എഴുതി. नहीं देने का आप क्यों इतना काम करते हैं फिर आप क्यों देने का ഞാൻ തരാം. ഞാൻ കാശ് भैया उठो, ഞാൻ തരാം. देगा ഞാൻ തരാം. उठो भैया, उठो, उठो. വീട്ടിലാതെ വീട്. എന്റെ ദൈവം. आ जाओ, आ जाओ. നീ കൊണ്ടുവന്നപ്പോ എങ്ങനെ എടാ ഈ പാലെന്തോടാ അതുകൊണ്ട് കഴിഞ്ഞാൽ അവളെ വിളിക്കണം. ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന ഞാനൊന്ന് കഷ്ടപ്പെടണം. ആരെങ്കിലും കാണുന്നുണ്ടോ? അവൻ ഒരു പണിയും ചെയ്തില്ല. ഇത് തന്നെ അവന്റെ പണി. നമ്മുടെ കാശിനാണ് സംസാരിക്കും. പിന്നെ പറയും കാശ് കാശ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കാശിന്റെ കാര്യം എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. ആ 500 ആയിരം ഇരിക്കുവാണ്. അതാ ഭയങ്കര നമുക്ക് പണിയെന്താ ഇപ്പൊ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആള് ശരിയല്ല. അവനിപ്പോ എന്തോ സംശയം എന്നോട്. എന്നെ ഇത്രയും കാശ് എവിടെ വരുന്നത് അവൻ ചോദിക്കുന്ന ദിവസം. അച്ഛന്റെ പേര് പറയാൻ പറ്റും എനിക്ക്? എന്തോ ചെയ്യാനും രക്ഷയില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുവോ? ഇപ്പൊ ഇതിങ്ങനെ ബാങ്കിലോട്ട് കൊണ്ടുചെല്ലാൻ പറ്റുന്നില്ല. അതെ അതെ ആ മരിക്കാനായിട്ട് ഇച്ചിരി പരിപാടിയൊക്കെ അച്ഛന് ഫാനൊക്കെ ഫിറ്റ് ചെയ്തോളൂ. എന്ത് ചൂട് വന്നില്ല. ഞാനിപ്പോ കാവലിൽ നേതാനൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. എന്തു എന്ന് പറഞ്ഞു? ഞങ്ങൾ നിത്യത്തിനുള്ള സുവിശേഷമാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഓപ്പോസിറ്റ് പറഞ്ഞ ലീഡറാന്ന് വിചാരിച്ചു. ഈ വെള്ളം കിട്ടി. സഹോദരൻ, നിങ്ങൾക്കും കേട്ട് കഴിഞ്ഞാൽ അനുഗ്രഹമാണ്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ആ സുവിശേഷം കേൾക്കുന്നവരാരും നശിച്ചുപോകാൻ ദൈവം ഇടയാക്കത്തില്ല. നിന്ന് തിരിയാൻ സമയമില്ല പക്ഷേ നിന്ന് തിരിയാൻ സമയമില്ല. എല്ലാത്തിനും സമയം വരുന്ന ഒരു സമയം വരാറുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് ഞങ്ങൾ നേരത്തോട് പഠിപ്പിക്കുന്നത്. അച്ഛനെ കഴിഞ്ഞ നീ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച അച്ഛനെ സഭായോഗത്തിന് കണ്ടില്ലല്ലോ. പാടത്തിച്ചിരി പണിയുണ്ടായിരുന്നു. അത് ഇട്ടേച്ച് വരാൻ പറ്റാത്തൊരു പണിയായി. സഭായോഗം വിട്ടിട്ടാണോ പാടത്ത് പോകുന്നത്? ലോകേഷ് എന്ന് പറഞ്ഞൊരു ബംഗാളി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ നോക്കാൻ ഒരു 10 പേരെ ഞാൻ വേറെ വെക്കണം. ആ സ്ഥിതിയായി. അമ്മാമ്മയും കൊച്ചിനെ കണ്ടില്ലല്ലോ. അവരുണ്ട് ഇവിടെ. നീ കഴിഞ്ഞ ആഴ്ച ചർച്ച പോയില്ലേ? പാസ്റ്ററിനെ കണ്ടില്ലായിരുന്നോ? കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച ആ സുകുമാരന്റെ മോളെ കല്യാണമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി. സഭായോഗത്തിനാണോ ഇത് പോകുന്നത്? നീ പോയില്ലായിരുന്നോടാ? മോനെ സഭായോഗത്തിന് കണ്ടില്ലല്ലോ. ഞാന് അത് പിന്നെ ഒരു കരാട്ടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. മോനെ ഞായറാഴ്ചയാണോ കരാട്ട ക്ലാസ്? അല്ല അത് പിന്നെ നമ്മുടെ സാറിന് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അവധി. എന്നാലും അത് നല്ല പ്രവണതയല്ല. ഒരു ബെന്തിക്കോസ് കുടുംബമല്ലേ, ഇത് നല്ല കാര്യമാണോ നടത്തുന്നത്? പാസ്റ്ററെ, നീ ഒരു കാര്യം പറയണ്ടേ? ഇവൻ ചർച്ചിലും സൺഡേ സ്കൂളിലും വന്നല്ലേ? ബൈബിളിൽ അഗാധ ജ്ഞാനമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടത്. പാസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, മണി പോലും ഉത്തരം പറയും. മോനെ ഇപ്പൊ ക്രിസ്മസ് അല്ലേ കടന്നു വരുന്നത്? ഈ ക്രിസ്മസ് യേശു ക്രിസ്തു ജനിച്ചതായിട്ടാണ് ലോകം അംഗീകരിക്കുന്നത്. യേശു ക്രിസ്തു ജനിച്ച സമയത്ത് വിദ്വാൻമാർ കൊണ്ട് കാഴ്ചവെച്ചായിരുന്നു. എന്തുകൊണ്ട് കാഴ്ചവെച്ചത്? പറഞ്ഞു കൊടുക്കടാ മോനെ. പറഞ്ഞു കൊടുക്കടാ നീ കൊച്ചു. അത് പിന്നെ മറ്റേ ജോൺസൺ പൗഡറും പിന്നെ കുട്ടിക്കൂറ പൗഡറും ടവല് ക്രീം പൗഡർ കണ്ണാടി ഇതൊക്കെ ഇങ്ങനെയുള്ളവർ പറഞ്ഞാൽ നിങ്ങളൊരു കുടുംബത്തിൽ പറഞ്ഞവരല്ലേ, ദൈവമക്കളല്ലേ, ദൈവമക്കൾ ഇതാണോ പറയണ്ടേ?
മോനെ പൊന്ന്, മൂര്, കുന്തിരിക്കം, ഈ 3 കാര്യമാണ് കൊടുത്തത്. അപ്പൊ മോര് കൊടുത്തോ? മൂരല്ല, മൂര്. അതാ ഞായറാഴ്ച പ്രസംഗിക്കാത്തതിന്റെ പ്രശ്നം. ഞായറാഴ്ച നിങ്ങൾ കാണാറില്ലല്ലോ. ഞാൻ പ്രസംഗിക്കാറുണ്ട്, നിങ്ങളെ ഞങ്ങളുടെ സഭയെ കാണുന്നില്ല. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കൊച്ചുണ്ടായിട്ട് ആരെങ്കിലും പൊന്നും കൊണ്ട് വരുന്നുണ്ടല്ലോ. അല്ല, ആ കാലമല്ലല്ലോ ഈ കാലം. നമ്മൾ ഒരു കാര്യം ചെയ്യാം, എല്ലാ സൺഡേയിലും ആരാധനയിൽ കടന്നു വരിക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും മാസ്റ്റർ. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ വരുവേ. ഞാൻ ബാങ്കിൽ കാണാം. ബാക്കിലല്ല, നിങ്ങൾ ഫ്രണ്ടിൽ വന്നിരിക്കുക. എടാ ചെക്ക, ആ വാർത്ത എന്ന് വെച്ചേടാ, നാളെ ഹർത്താൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. നീ ആ വാർത്ത വെച്ചടാ. വാർത്ത അച്ഛാ, ഇത് മാറ്റിയില്ലേ? ദൂരദർശനാണോ ഇപ്പോഴും? കേബിൾ എടുക്കാൻ സമയമായില്ലേ അച്ഛാന്? ദൂരദർശനൊക്കെ മതിയിടാവും. അതിന്റെ ഹിന്ദി കൊണ്ട് തന്നെ ഇവിടെ തന്നെ ബംഗാളിയോട് വിളിച്ച് ചെയ്യുന്നത്. കാണുന്നില്ല പക്ഷെ പഴയ ടി വി അമ്മ ഞാൻ പറഞ്ഞു പുതിയ ടി വി മേടിക്കാൻ. വന്നോ? ആഹാ, പ്രധാനമന്ത്രി വന്നല്ലോ. പുള്ളി വരുമ്പോ നമുക്ക് പെട്രോൾ താഴെ വിടാനായിരിക്കും. എന്ത് ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് പറയുന്നു. രാജ്യത്ത് 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കി. ഇന്ന് അർദ്ധരാത്രി മുതൽ നോട്ടുകൾ അസാധുവാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന അസാധാരണ തീരുമാനമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15 വരെ 4000 രൂപ മാത്രമേ ഇത്തരത്തിൽ മാറ്റാൻ സാധിക്കുകയുള്ളൂ. സന്തോഷകരമായ വാസസ്ഥലത്ത് ആയുധത്തിനെയും നീ ആശ്വസിപ്പിച്ച് കൊള്ളേ. പെട്രോൾ വാങ്ങുവാൻ ചെന്ന നേരത്ത് പങ്കുകാരനെ ഓടിച്ചു. കടയിലേക്ക് ഞാൻ ചെന്നപ്പോഴും ആ കടക്കാരൻ എന്നെ ചാടിച്ചു. 1000 500 ഏലായി നാട്ടിൽ കാണല്ലേ. നോട്ടുകെട്ടുകൾ കടലാസാണ് കാലം തേടി പോകുന്നേ. 1000 സർവാംഗിന്റെ എത്തുന്നേ. 100 50 10 20 നിനക്ക് സമാധാനമായില്ലാതെ കുറച്ച് വെള്ളം എടുത്തേക്കോട്ടെ. അച്ചായോ, കാറ്റ് പോയോ അച്ചാന്? അച്ചായോ, അച്ചായ എഴുന്നേറ്റ്. അയ്യോ അച്ഛാ, എന്ത് പറ്റി അച്ഛാ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് ഇരിക്കച്ചാ. സമാധാനപ്പെടാ അച്ഛാ, എല്ലാത്തിനും സാക്ഷ്യം. ഏടാ നീ ഒന്ന് പോടാ ചെറുക്കാം. ഇവനെ കൊണ്ട് തോന്നില്ല കർത്താവേ. സമാധാനപ്പെടു. അച്ചായ സമാധാനപ്പെട്. മറ്റേ 1.5 കോടി രൂപ അച്ചായ നീ സമാധാനപ്പെട്. എല്ലാം പോയി തകർന്നടാ. ഞാൻ തകർന്നടാ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. എന്ത് മാമയ്ക്ക് എന്ത് പറ്റി? പലപ്പോഴായിട്ട് അച്ഛന്റെ പോക്കറ്റിനെ 500 എടുത്ത് ഞാൻ അരിച്ചട്ടിക്കൊക്കെ ചെയ്യുമായിരുന്നു. അയ്യോ, നല്ല 4 ചുരിദാർ മേടിക്കാന്ന് വിചാരിച്ചത് എല്ലാം പോയി. അയ്യോ അച്ചായോ, ഞാൻ ഇപ്പോഴും ഓർത്ത് നമ്മുടെ ബാങ്കിൽ കുറെ കാശ്. ഈ കലം ആഹാ, കൊള്ളാലോ കലം. അച്ചായ, ഞാൻ നമ്മുടെ ബാങ്കിൽ കുറെ പാർട്ടി ഓഫീസിൽ വരെ കാശ് വെച്ചിട്ട് ബാങ്ക് കൊണ്ട് ഇട്ടിട്ട് വരെ ഇനി വെച്ചിരുന്ന അതും കൂടെ കൊണ്ടുപോകും. എനിക്ക് വയ്യ അച്ചായ, കുരിശെടുത്ത് തല വെക്കാൻ. ഞാൻ പോട്ടെ. എടാ നിനക്ക് തല നീ നടക്ക്. ജോണി അത് നോക്കണേ. നീ അതിനകത്ത് നെടി 2 കെട്ടെടുത്ത് അവന് കൊടുക്കും. എന്തോന്ന് നയ? ഇവിടെ എല്ലാം പോയി. അന്നേരം അവന് നയ വേണം. നാളെ വാ. मेरा पूरा पैसा अंदर है देखो. അവന് ഡോളർ വേണം. അവന് ഡോളർ. മക്കളെ, നിങ്ങൾ സുവിശേഷം കേൾക്കുക.
ഇപ്പോൾ ലോകത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ട് ബന്ദ് ചെയ്ത സമയത്ത് 100-നും 50-നും 10-നും 20-നും ഒക്കെ വില വന്നു. ദൈവത്തിന്റെ വരവെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കും. ലോകം പറയും ഇവൻ ദൈവത്തിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും എന്ന് പറയുമ്പോൾ, എന്നാൽ ദൈവസന്നിധിയിൽ പേരുള്ളവരെ ആരും അറിയാതിരിക്കുന്ന കാലയളവിൽ അവരൊരു പക്ഷേ ദൈവസന്നിധി എടുക്കപ്പെടുവാനിടയാവും. ലോകം പറയുന്ന പലരും അല്ല വിശ്വാസി. ദൈവം യഥാർത്ഥമായി കാണുന്നവരെയാണ് യഥാർത്ഥ വിശ്വാസി. അനേക വർഷങ്ങൾക്ക് മുമ്പിട്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു കുടുംബം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഇറങ്ങിയവർ ജഡപ്രകാരം ജഡത്തിന്റെ പേരിലായതുകൊണ്ട് അവരൊരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ആവാനിടയായി. ഇന്ന് 500-ഉം 1000-ഉം കൊടുക്കുമ്പോൾ അതിന് പുതിയ നോട്ട് കിട്ടും. എന്നാൽ ഒരുത്തന്റെ പേര് ദൈവത്തിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ അത് ഒരു മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോട് ചേരുകയും ചെയ്യും. ഒരു പക്ഷേ നമ്മൾ ഈ രീതിയിൽ ആവുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതമോ നമ്മുടെ പ്രാർത്ഥനയോ ഈ ആരാധന കൊണ്ട് യാതൊരു വിശേഷവുമില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ മക്കളായി ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാസ്റ്റർ പറഞ്ഞൊക്കെ ശരിയോ മാസ്റ്റർ? ഞാൻ ഒത്തിരി നാൾ മുമ്പ് വിശ്വാസത്തിൽ വന്നോ, പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ പണം പണം അതായിരുന്നു എൻ്റെ ഒരു ചിന്ത മാത്രം. ഈ ലോകത്തിന്റെ നിക്ഷേപത്തിന്റെ പുറകെ മാത്രമായിരുന്നു ഞാൻ ഓടിയത്. സ്വർഗത്തിലെ നിക്ഷേപം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല മാസ്റ്റർ. യഥാർത്ഥ മാനസാന്തരം വരുത്താണ്. ഒരു മനുഷ്യന്റെ പശ്ചാത്താപം ദൈവം കാണുന്നുണ്ട്. ഇതാ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലോകത്തോട് അനുരൂപപ്പെടാത്ത ഒരു സമൂഹം. നമുക്ക് ഈ സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നമ്മുടെ ഹൃദയം ഇരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ നിക്ഷേപം നിത്യതയെ കരുതുവാൻ നമ്മൾക്ക് കുടുംബമായിട്ട് ഇടയാകട്ടെ. നിന്റെ പൈസ ഇതാണ് യഥാർത്ഥ പശ്ചാത്തലം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ സന്നെടുത്ത തീരുമാനത്തിനായ സ്തോത്രം. അവർ അന്ത്യം വരെ ദൈവമക്കളായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നിന്റെ ദാനം എല്ലാമെല്ലാം, നിന്റെ ദാനം എല്ലാമെല്ലാം, നിന്റെ ദാനം എല്ലാമെല്ലാം, നിന്റെ ദാനം നേടിയതൊന്നുമില്ല. എല്ലാമപ്പാ നിന്റെ ദാനം നേടിയതൊന്നുമില്ല. എല്ലാമപ്പാ നിന്റെ ദാനം. നിന്റെ ദാനം പുത്രനെ തന്നല്ലോ, നിന്റെ ദാനം രക്ഷയതോ, നിന്റെ ദാനം പുത്രനെ തന്നല്ലോ, നിന്റെ ദാനം നേടിയതൊന്നുമില്ല. എല്ലാമപ്പാ നിന്റെ ദാനം നേടിയതൊന്നുമില്ല. എല്ലാമപ്പാ നിന്റെ ദാനം. ദർശനമോ നിന്റെ ദാനം